ഹലോ, ബിന്ധ്യാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചാളയുടെ കഥ കേട്ടാലോ? ചാളയുടെ മണം. മഴ തുടങ്ങുന്ന ആദ്യ ദിവസം അമ്മ പറയും, ഇന്ന് ചാള കിട്ടിയാൽ നന്നായിരിക്കും. അത് ഒരാഗ്രഹമല്ല, ഒരു കാലത്തിൻ്റെ സൂചനയായിരുന്നു. മഴ, മണ്ണിൻ്റെ മണം, ചാള, ഇവ മൂന്നും ഒന്നിച്ചാൽ മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ മഴക്കാലം പൂർണ്ണമാകൂ. അച്ഛൻ മീൻ വാങ്ങാൻ പോകുന്ന സമയം ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. വൈകുന്നേരം 6 മണിയാകുമ്പോൾ തന്നെ വഴിയിലേക്കുള്ള നോക്ക് തുടങ്ങും. മീൻകാരൻ്റെ വിളി കേൾക്കാൻ കാതോർത്ത് നിൽക്കുമ്പോൾ ഓരോ സൈക്കിൾ ബെല്ലും ഹൃദയമൊന്ന് കുലുക്കും. അന്ന് അച്ഛൻ വന്നത് വാഴയിലയിൽ പൊതിഞ്ഞൊരു കെട്ടുമായി. അത് തുറന്നപ്പോൾ തന്നെ അടുക്കളയിൽ കടലിൻ്റെ മണം നിറഞ്ഞു. ചാള, ചെറിയ ചാളകൾ, വെള്ളിത്തിളക്കമുള്ളത്, കണ്ണുകൾ ഇപ്പോഴും കടലിനെ നോക്കുന്നത് പോലെ. അമ്മ ചാള കഴുകുമ്പോൾ ഞങ്ങൾ ചുറ്റും നിന്നു. ഇതൊക്കെ കാണാതെ മാറി നിൽക്കെന്ന് പറഞ്ഞാലും അടുക്കളയിൽ നിന്ന് ആരും പുറത്തേക്ക് പോകില്ല. അടുക്കളയിൽ തീ കത്തിയപ്പോൾ ഉള്ളി എരിഞ്ഞ ശബ്ദം, മുളക് പൊടിയുടെ ചുമ, കുടംപുളി വെള്ളത്തിൽ നനയ്ക്കുന്ന അമ്മയുടെ കൈ, അവയെല്ലാം ചേർന്നൊരു സംഗീതം പോലെ. ചാള എണ്ണയിൽ വീണ നിമിഷം, ചിറകിറ, ആ ശബ്ദം കേട്ടാൽ തന്നെ വയറൊന്ന് പിണഞ്ഞു തുടങ്ങും. അത് വിശപ്പിൻ്റെ ശബ്ദമല്ല, കാത്തിരിപ്പിൻ്റെ ശബ്ദമായിരുന്നു. അച്ഛൻ വരാന്തയിലിരുന്ന് പത്രം വായിക്കും. അമ്മ അടുക്കളയിൽ ചാള തിരിക്കും. ഞങ്ങൾ മുറ്റത്ത് മഴയിൽ കളിച്ച് ഇടയ്ക്ക് അടുക്കളയിലേക്ക് ഓടി വന്ന് ആയോ എന്ന് ചോദിക്കും. അവസാനം ചോറ് വിളമ്പുമ്പോൾ അമ്മ ഓരോരുത്തർക്കും ഒരു ചാള ശ്രദ്ധിച്ചിടും. ചെറുതാണെങ്കിലും അതിൽ അമ്മയുടെ കണക്കുണ്ടായിരുന്നു. ആർക്കാണ് കൂടുതൽ ഇഷ്ടം, ആരാണ് കുറച്ച് കഴിക്കുന്നത്, ആർക്കാണ് അസ്ഥി പേടി. ചോറ്, ചാളക്കറി, ഒരു പച്ചമുളക്, അതായിരുന്നു അന്ന് ലോകം. അച്ഛൻ പറഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട്. ചാള പാവങ്ങളുടെ മീനാണെന്ന് പറയും, പക്ഷേ ഇതാണ് ഏറ്റവും സമ്പന്നമായ രുചി. ഇന്ന് മീൻകടയിൽ ചാള കൂട്ടത്തോടെ കിടക്കുന്നു. ഫ്രിഡ്ജിൽ വയ്ക്കാം, മസാല ചേർത്ത് ഫാൻസിയാക്കാം. പക്ഷേ അന്ന് ചാള ഒരു ഭക്ഷണമല്ലായിരുന്നു, അതൊരു കുടുംബമായിരുന്നു, ഒരു മഴക്കാലമായിരുന്നു, ഒരു ജീവിതമായിരുന്നു. ഇന്ന് മഴ പെയ്യുമ്പോൾ എവിടെയെങ്കിലും ചാള വറുക്കുന്ന മണം കാറ്റിൽ വന്നാൽ മനസ്സറിയാതെ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകും. അവിടെ അമ്മ അടുക്കളയിൽ നിൽക്കുന്നുണ്ട്, അച്ഛൻ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും കുട്ടികളാണ്. ചില ഓർമ്മകൾ അങ്ങനെയാണ്. കാലം കഴിച്ചാലും ചാള പോലെ തന്നെ ഉപ്പും കടൽ മണവും വിട്ടുപോകില്ല. ഇവിടെ മത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു തോരനും കൂടി ഇതിൻ്റെ സൈഡായിട്ട് വേണം. അതിന് ഞാനിവിടെ മുളപ്പിച്ച പയറും കടലയുമാണ്. 3 ദിവസം വെച്ച് മുളപ്പിച്ചതാണിത്. ധാന്യങ്ങൾ നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ ടേസ്റ്റ്ഫുള്ളി ആയിട്ട് നമുക്കൊരു തോരൻ പോലെ വെച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ